ഗുഡ് മോർണിംഗ്. എഡ്ജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് ക്ലാസ് അല്ല, ഒരു കേസ് സ്റ്റഡിയുമായി ബന്ധപ്പെട്ടൊരു എന്താ പറയുക ഒരു സ്റ്റോറിയാണ് നമുക്ക് പറയാനുള്ളത്. ആഹ് എന്താണ് അതിൻ്റെ ടൈറ്റിൽ വരുന്നത്? എൻ്റർപ്രണേഴ്സ് ജേണി, ഒരു സംരംഭകൻ്റെ യാത്ര. എന്താണ് യാത്ര? ഈ യാത്രയിൽ ആരെയൊക്കെ കണ്ടുമുട്ടുന്നു? യാത്ര എവിടെ നിന്ന് തുടങ്ങുന്നു? എന്തൊക്കെ കാര്യങ്ങളിലൂടെയാണ് യാത്ര അവസാനിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പറയാനുള്ളത്, അല്ലേ? ഇവിടെ റിയ എന്നൊരു വ്യക്തിയുമായിട്ടുള്ള അവരുടെ കേസ് സ്റ്റഡിയുമായി ബന്ധപ്പെട്ട അവരുടെ ജീവിത കഥയുമായി ബന്ധപ്പെട്ട ഒരു എന്താ പറയുക ഒരു സംരംഭകൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു യാത്രയിലെ ഘടകങ്ങളെക്കുറിച്ചാണ് നമുക്കിന്ന് പറയാനുള്ളത്. ഓക്കെ, നമുക്ക് തുടങ്ങാം. എന്താണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഗ്രീൻ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട ഒരു കേസ് സ്റ്റഡിയാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വ്യക്തി. ആരാണത്? റിയ എന്ന് പറയുന്നത്. നല്ല കാണാൻ നല്ല സുന്ദരിയായ നല്ല മിടുക്കിയായിട്ടുള്ള ഒരു സംരംഭകയായിരുന്നു. അവൾക്ക് മുതൽക്കൂട്ടായിരുന്നത് വളരെ എന്ത് വന്നാലും റിസ്ക് എടുക്കാം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു. അതുപോലെ എന്ത് പ്രോബ്ലം വന്നാലും സോൾവ് ചെയ്യാം എന്ന് പറയുന്നൊരു കഴിവും ആർക്കുണ്ടായിരുന്നു? റിയയിൽ ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. അപ്പോൾ റിയയിൽ എന്തുണ്ട്? ഒരു സംരംഭകന് വേണ്ട പ്രധാനപ്പെട്ട 2 ക്വാളിറ്റി ഉണ്ട് എന്ന് തന്നെ മനസ്സിലാക്കുക, അല്ലേ? അപ്പോൾ ഈ റിയയുടെ കണ്ടുപിടുത്തത്തിൽ നിന്നാണ് നമ്മുടെ ഈ ഒരു കഥ തുടങ്ങുന്നത്, നമ്മുടെ കേസ് സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ റിയ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ റിയ ഓരോ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ട് മാർക്കറ്റൊക്കെ സ്റ്റഡി ചെയ്തിരിക്കുന്ന നേരത്ത് റിയയുടെ കൺമുന്നിൽ പെട്ടതാണ് വാച്ചുകൾ. നിങ്ങൾ പറയും, എന്ത് ഈ വാച്ചുകളിൽ നിന്ന് എന്താണ് ഒരു ഓണ്ടർപ്രണർഷിപ്പ് തുടങ്ങുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിലൊരു പുതുമയുള്ളത് എന്നൊക്കെ. എന്നാൽ റിയ ഇവിടെ മനസ്സിലാക്കിയത് എന്താണ് ഇപ്പോൾ ഉള്ള അവസരങ്ങളെ മുതലാക്കിയെടുക്കാൻ, നമ്മുടെ എന്താണ് ഇവിടുത്തെ പ്രസൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കി അതിൻ്റെ അവസരങ്ങളെ മുതലെടുക്കാനാണ് റിയ തുടക്കം കുറിച്ചത്. ഓക്കെ, റിയ നോക്കുമ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്തിനാണ്? ഹെൽത്തിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അല്ലേ? എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളത്, അതുപോലെ പ്ലാസ്റ്റിക് നിരോധനം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ റിയ ഉദ്ദേശിച്ചത്, ഇപ്പോൾ സ്മാർട്ട് വാച്ചുകളുടെ കാലമാണ്, അതുപോലെ തന്നെ ഒരുപാട് ഭംഗിയുള്ള വാച്ചുകളൊക്കെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ റിയ ആലോചിച്ചു, എന്താണ് ഇപ്പോഴത്തെ ഇത്രയും വാച്ച് ഉണ്ടല്ലോ, അപ്പം നമ്മൾ എന്താണ് അതിലൊരു പുതുമയായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക, ഇതിലെന്തൊരു വെറൈറ്റിയാണ് കൊണ്ടുവരാൻ സാധിക്കുക. അപ്പോൾ റിയ ഇപ്പോൾ പ്രസൻ്റ് ആയിട്ടുള്ള വാച്ചുകളിലെ പ്രശ്നത്തെക്കുറിച്ചൊരു പഠനം നടത്തി. ആ പ്രശ്നത്തിൽ നിന്ന് അവൾക്ക് മനസ്സിലായത് എന്താണ്? ഈ സ്മാർട്ട് വാച്ചുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെ പ്ലാസ്റ്റിക് ആണ് എന്ത് വരുന്നത്, കണ്ടൻ്റായിട്ട് വരുന്നത്. അതേപോലെ തന്നെ വലിയ വലിയ നല്ല ബ്രാൻഡുകൾക്ക് നല്ല വില കൊടുത്തിട്ടാണ് ആളുകൾ വാങ്ങുന്നത്. അപ്പോൾ ഈ 2 കാര്യങ്ങളും ഒരു പ്രോബ്ലത്തെയും എന്ത് ചെയ്തു? റിയ അത് മനസ്സിലാക്കി. ആ പ്രോബ്ലത്തെ അവൾ എന്താക്കി മാറ്റുകയാണ്? ഒരു പുതിയൊരു അവസരമാക്കി മാറ്റുകയാണ്. അതിൻ്റെ പേരാണ് എന്ത്? ഗ്രീൻ ഹെൽത്ത് എന്ന് പറയുന്ന എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്ലാസ്റ്റിക് ഉൾപ്പെടുത്താത്ത ഒരു വാച്ച്. അതാണ് ഈ റിയ കണ്ടുപിടിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ആശയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റിയയുടെ കഴിവിൽ നിന്ന് നമുക്ക് കണ്ടുപിടിച്ചിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്തായിരുന്നു? ഗ്രീൻ ഹെൽത്ത് റിസ്റ്റ് ബാൻഡ് ആണ് കോൺസെപ്റ്റ്. ഇവിടുന്നാണ് നമ്മുടെ കഥ ശരിക്കും എന്ത് ചെയ്യുന്നത്, തുടങ്ങുന്നത്. അപ്പോൾ ഇത് വെറുതെ അങ്ങനെ കണ്ടുപിടിക്കുകയാണോ ചെയ്തത് റിസ്റ്റ് ബാൻഡിനെ കുറിച്ചിട്ട്, ഒരു ഗ്രീൻ ഹെൽത്ത്? അല്ല. എന്താണ് ഇപ്പോഴത്തെ നമ്മുടെ ഇപ്പോൾ പ്രസൻ്റ്ലി നമുക്ക് എന്തൊക്കെ ടെക്നോളജി അവൈലബിൾ ആയിട്ടുണ്ട്, ട്രെൻഡ് 2 എന്താണ് ഇപ്പോൾ പ്രസൻറ്റ് ടെക്നോളജിയിൽ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ 2 കാര്യങ്ങളും അനലൈസ് ചെയ്തുകൊണ്ട് റിയ പുതിയൊരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യാണ്. എന്താണത്? ഗ്രീൻ ഹെൽത്ത് റിസ്റ്റ് ബാൻഡ്, അല്ലേ? പ്ലാസ്റ്റിക് എല്ലാം നിരോധിച്ചുകൊണ്ട്, പ്ലാസ്റ്റിക് ഉൾപ്പെടുത്താതെ മുള ഉപയോഗിച്ച് ഉൽപ്പന്നങ്ങൾ കണ്ടൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് വാച്ച് നിർമ്മിക്കുക എന്നുള്ളൊരു ആശയത്തിൽ ആരെത്തി? റിയ എത്തി. ഇനി എന്താണ് റിയ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി റിയ ഉപയോഗിച്ചത് ഈ ടെക്നോളജി, നമ്മുടെ ഗ്രീൻ ഹെൽത്ത് റിസ്റ്റ് ബാൻഡ് എന്ന് കൊണ്ടുവരാനുള്ള ഒരു കൺസെപ്റ്റിൽ എത്തുന്നതിന് മുന്നേ റിയ ഉപയോഗിച്ച ടെക്നിക്ക് എന്തായിരുന്നു? അതിന് പറഞ്ഞ പേരാണ് സ്കാമ്പർ. പേര് കേൾക്കുമ്പോൾ ഭയങ്കര പ്രശ്നക്കാരിയാന്ന് തോന്നും, പക്ഷെ ഒന്നുമില്ല. നമ്മുടെ ഇപ്പോൾ പ്രസൻ്റ് ആയിട്ട് ഇരിക്കുന്ന ഇപ്പോൾ ഉള്ള ആശയങ്ങളെ പുതുതായിട്ട് മാറ്റിയെടുക്കുമ്പോൾ നമുക്ക് വരുന്ന 7 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ സ്കാമ്പറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചോദ്യങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ഇതിൽ വരുന്നത്?
ഒരു വേർഡിൽ വരുന്നത് എന്നുള്ളത്. അത് നമുക്ക് നോക്കാം. എസ് എന്ന് പറയുന്നത് എന്താണ്? സബ്സ്റ്റിറ്റ്യൂട്ട്. സി എന്ന് പറയുന്നത് എന്താണ്? കമ്പൈൻ. എ എന്ന് പറയുന്നത് എന്താണ്? അഡാപ്റ്റീവ്. എം എന്ന് പറയുന്നത് എന്താണ്? മാഗ്നിഫൈ. പി എന്ന് പറഞ്ഞാൽ പുട്ട് ടു യൂസ്. ഇ എന്ന് പറഞ്ഞാൽ എലിമിനേറ്റ്. ആർ എന്ന് പറഞ്ഞാൽ റിവേഴ്സ്. എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ പഴയ ഉൽപ്പന്നങ്ങളെ പുതിയ രീതിയിലേക്കും പുതിയ ആകൃതിയിലേക്കും പുതിയൊരു കോൺസെപ്റ്റിലേക്കും കൊണ്ടുവരിക എന്നുള്ളതാണ്. ആ 7 ക്വസ്റ്റ്യൻ ആൻസറാണ് നമ്മുടെ ഈ പുതിയൊരു കണ്ടുപിടുത്തം തന്നെ നടന്നത്, അല്ലേ? ഇവിടെ എന്താ റിയ ചെയ്തത്? മുന്നേ ഉണ്ടായിരുന്ന പ്ലാസ്റ്റിക് നിർമ്മിതമായിട്ടുള്ള വാച്ചിനെ മാറ്റിക്കൊണ്ട് അവൾ എന്താക്കി മാറ്റി? മുള കൊണ്ട് വാച്ച് നിർമ്മിച്ച് അത് മാർക്കറ്റിൽ എത്തിക്കാനുള്ളൊരു ആശയം അവൾ കണ്ടുപിടിച്ചു. അവിടെ എന്ത് നടന്നിട്ടുണ്ട്? സബ്സ്റ്റിറ്റ്യൂട്ട് നടന്നിട്ടുണ്ട്. ഈ നമ്മുടെ ഉപയോഗിക്കുന്ന കണ്ടൻറ്റുകൾ കമ്പൈൻ ചെയ്തിട്ടുണ്ട്. മോഡിഫിക്കേഷൻ, വാച്ചിൻ്റെ രൂപഘടനയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഈ ഐഡിയയിലേക്ക് എന്ത് ചെയ്തത്? നമ്മുടെ റിയ എത്തിച്ചേർന്നത്. ഓക്കെ, അങ്ങനെ എത്തിച്ചേരുന്നത് മാത്രം മതിയോ? ഇനി നമുക്ക് എന്ത് വേണം? വെറുതെ ഈ ആശയം കിട്ടിയ ഉടനെ എന്ത് ചെയ്തില്ല? റിയ നേരെ പ്രൊഡക്ഷനിലേക്ക് പോയില്ല. റിയ നേരെ എന്താ ചെയ്തത്? ഒരു അനലൈസ് നടത്തി, ഒരു ഇവാലുവേഷൻ നടത്തി. എന്താണ് ഇവാലുവേഷൻ? നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ഗ്രീൻ ഹെൽത്ത് റിസ്റ്റ് ബാൻഡ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് എത്രത്തോളം അട്രാക്റ്റീവാണ്, എത്രത്തോളം ആകർഷണീയമാണ്, കസ്റ്റമേഴ്സ് എത്രത്തോളം നമുക്ക് ആ പ്രൊഡക്റ്റിന് വേണ്ടി അവൈലബിൾ ആവും, എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്നുള്ളൊരു അനലൈസിസ് അവിടെ നടത്തി. രണ്ടാമതായിട്ട് കാപ്പബിലിറ്റി. നമുക്ക് ഈ മാർക്കറ്റിൽ നമ്മുടെ ഈ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും കാപ്പബിലിറ്റിയും എനിക്കുണ്ടോ, എൻ്റെ സ്ഥാപനത്തിനുണ്ടോ, അല്ലെങ്കിൽ ഞാൻ തുടങ്ങാൻ പോകുന്ന ഒരു പ്രൊജക്റ്റിന് ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കി. മൂന്നാമതായിട്ട് പ്രാക്ടിക്കബിലിറ്റി. എത്രത്തോളം പ്രാക്ടിക്കലിറ്റി ഇതിലുണ്ട്, പ്രാക്ടിക്കലി നമുക്കിത് മാർക്കറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമോ, ഈ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എൻ്റർ ചെയ്തിട്ട് നല്ലൊരു സക്സസ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ളതും കൂടി എന്ത് ചെയ്തിട്ടുണ്ട്? അനലൈസ് ചെയ്തു. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങളും അനലൈസ് ചെയ്യുമ്പോൾ 40-ൽ 20 മാർക്കെങ്കിലും കിട്ടിയാൽ മാത്രമേ ഞാൻ ഈ പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ട് പോകുള്ളൂ എന്ന് ആര് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു? റിയ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഭാഗ്യവശാൽ 40-ൽ 20-നേക്കാളും മാർക്ക് ഈ ഒരു സ്കീമിന് കിട്ടി. അപ്പോൾ ഇങ്ങനൊരു ഇവാലുവേഷൻ നടത്തിയിട്ടാണ് എന്തിലേക്ക് മാറിയത്? നമ്മുടെ റിയ ആശയവുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിച്ചത്. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് വെറുതെ അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമോ? റിയ എവിടേക്കാണ് എൻ്റർ ചെയ്യാൻ പോകുന്നത്? നമ്മുടെ ഇന്ത്യയിൽ തന്നെ 3ാമത്തെ പൊസിഷനിൽ നിൽക്കുന്ന സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ ഒരു ഭാഗമാവാനാണ് ആര് പോകുന്നത്? റിയ പോകുന്നത്. പുതിയൊരു ആശയം, പുതിയൊരു കണ്ടുപിടുത്തമായിട്ടാണ് ലോകത്തിലെ ഏറ്റവും 3ാമത്തെ സ്ഥാനത്ത് നടക്കുന്ന ഒരു എക്കോ സിസ്റ്റത്തിലേക്കാണ് ആര് എൻ്റർ ചെയ്യാൻ പോകുന്നത്? റിയ എൻ്റർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചില്ലറക്കാരിയല്ല, അല്ലേ? കുറച്ചും കൂടി സ്മാർട്ടായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം, സ്മാർട്ടായിട്ട് കാര്യങ്ങൾ ഉപയോഗിക്കണം. അപ്പോൾ എങ്ങനെയാണ് നമുക്കിങ്ങനെ ഈ സ്റ്റാർട്ടപ്പിലേക്ക് വരാനായിട്ട് സാധിക്കുക? വെറുതെ അങ്ങനെ പറ്റുമോ? നമ്മൾ തുടങ്ങുന്ന യൂണിറ്റിനെ 3ആയിട്ട് എന്ത് ചെയ്യുന്നു? ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മൈക്രോ, സ്മോൾ, മീഡിയം എൻ്റർപ്രൈസ് എന്ന് പറയും സ്റ്റാർട്ടപ്പിൽ. അപ്പോൾ അതിൽ നമ്മുടെ പ്രൊജക്റ്റ് ഏതിലാണ് പെടുന്നത് എന്നുള്ളത് ആദ്യം എന്ത് ചെയ്യണം? മനസ്സിലാകണം. മൈക്രോയിലാണോ, മീഡിയത്തിലാണോ, സ്മോളിലാണോ? അപ്പോൾ റിയയുടെ പ്രൊജക്റ്റിൽ എങ്ങനെയായിരുന്നു ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിരുന്നത്? 1 കോടിയിൽ താഴെ ഇൻവെസ്റ്റ്മെൻറ്റും ആനുവൽ ടേൺ ഓവർ 5 കോടിയിൽ താഴെയായിരുന്നെങ്കിൽ ആയതുകൊണ്ട് റിയയുടെ പ്രൊജക്റ്റ് വരുന്ന ഏതിലാണ്? മൈക്രോ എൻ്റർപ്രൈസ് എന്നുള്ള കാറ്റഗറിയിലാണ്. മൈക്രോ എൻ്റർപ്രൈസിൽ വന്നുള്ള ഗുണങ്ങൾ അറിയാലോ. ഗവൺമെൻറ്റിൽ നിന്ന് ഒരുപാട് സബ്സിഡി കിട്ടും, ആനുകൂല്യങ്ങൾ കിട്ടും. അപ്പോൾ റിയയുടെ ഈ ഒരു പ്രൊജക്റ്റ് ഗ്രീൻ ഹെൽത്ത് റിസ്റ്റ് ബാൻഡ് എന്ന് പറയുന്ന ഈ പ്രൊജക്റ്റ് വന്നിരിക്കുന്നത് ഏത് കാറ്റഗറിയിലാണ്? മൈക്രോ എൻ്റർപ്രൈസിലായിരുന്നു. അപ്പോൾ ഇനി മൈക്രോ എൻ്റർപ്രൈസിലായതുകൊണ്ട് എന്ത് ചെയ്യണം? നമുക്ക് രജിസ്റ്റർ ചെയ്യണം. ആ രജിസ്ട്രേഷനെ പറയുന്ന പേരാണ് എന്ത്? ഉദ്യം രജിസ്ട്രേഷൻ എന്ന് പറയും. ഈ ഉദ്യം രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെ വില്ലേജിലോ പഞ്ചായത്തിലോ കയറി ഇറങ്ങുക ഒന്നും വേണ്ട. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓൺലൈനായിട്ട് നമ്മുടെ പാൻ കാർഡ് വെച്ച്, ആധാർ കാർഡൊക്കെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിത് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് അവൾക്കറിയാം. അവൾ ഓൾറെഡി അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ റിയ എന്ത് ചെയ്തു? ഉദ്യം രജിസ്ട്രേഷനിൽ എൻ്റർ ചെയ്ത് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് നമ്മളൊരു മൈക്രോ എൻ്റർപ്രൈസ് ആയിട്ട് എന്ത് ചെയ്തു? രജിസ്ട്രേഷൻ അവിടെ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, അങ്ങനെ കംപ്ലീറ്റ് ചെയ്താൽ മാത്രം മതിയോ? ഇനി എന്ത് വേണം? ഈ ഉദ്യം രജിസ്ട്രേഷനിൽ പങ്കെടുക്കുന്നതിലൂടെ എന്താണ്? സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഇനീഷ്യേറ്റീവിലും കൂടി എന്ത് ചെയ്യാണ്? നമ്മുടെ റിയ പാർട്ടിസിപ്പേറ്റ് ചെയ്യാണ്. അപ്പോൾ അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന 2 പ്രധാനപ്പെട്ട ആനുകൂല്യങ്ങളാണ് എന്ത്? സെൽഫ് സർട്ടിഫിക്കേഷൻ. നമുക്ക് റിയയ്ക്ക് സെൽഫ് സർട്ടിഫൈഡ് മൈക്രോ എൻ്റർപ്രൈസ് ഓണർ അല്ലെങ്കിൽ എൻ്റർപ്രണർ എന്നുള്ള ഒരു സർട്ടിഫിക്കേഷനും കൂടി കിട്ടുകയാണ്. അത് മാത്രമല്ല 80% റിബേറ്റ്
പേറ്റൻറ്റിൻ്റെ മുകളിൽ അവൾ കണ്ടുപിടിച്ച പ്രൊഡക്റ്റിൻ്റെ മുകളിൽ 80% റിബേറ്റ് അടക്കം ആർക്ക് കൊടുത്തു? റിയയ്ക്ക് കൊടുത്തു. അപ്പോൾ ചില്ലറ കാര്യമല്ല അല്ലേ? നമുക്ക് റിബേറ്റ് നമ്മൾ തുടക്കക്കാർക്ക് 80%ഓളം ആനുകൂല്യം കിട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ വലിയ ഒരു കാര്യമാണ്. അപ്പോൾ റിയയ്ക്ക് എന്തായി? എല്ലാ കാര്യങ്ങളും സെറ്റായി. അത് റിബേറ്റും കിട്ടി, സെൽഫ് സർട്ടിഫിക്കേഷനും കിട്ടി. അപ്പോൾ ഗവൺമെൻറ്റിൽ നിന്നുള്ള ഒരുപാട് കാര്യങ്ങളും പ്രൊസീജിയേഴ്സും ആനുകൂല്യങ്ങളും ഒക്കെ എന്ത് ചെയ്യും? റിയയ്ക്ക് അനുകൂലമായിട്ട് വരും. ഇപ്പോൾ എന്തായി? രജിസ്ട്രേഷൻ കഴിഞ്ഞു. രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് സർട്ടിഫിക്കേഷനും കിട്ടി, പാറ്റൻറ്റിൻ്റെ 80% റിബേറ്റും കിട്ടി. ഇത് മാത്രം മതിയോ? നമുക്ക് എത്രയാണ് എന്ത് വേണം? വണ്ടിയിൽ പെട്രോൾ ഒഴിക്കണ്ടേ? നമുക്ക് ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആവശ്യമായിട്ടുള്ള ഇന്ധനം വേണം അല്ലേ? അതിന് നമ്മൾ എന്ത് പറയുന്നത്? 2 തരം ക്യാപിറ്റൽ ആവശ്യമാണ്. ഫിക്സഡ് ക്യാപിറ്റലും വർക്കിംഗ് ക്യാപിറ്റലും. ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ഥിരമായിട്ട് നമുക്ക് ആവശ്യം വരുന്ന മൂലധനത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫിക്സഡ് ക്യാപിറ്റൽ. അതായത് ഒരു മെഷീനറി വാങ്ങാനോ നമ്മുടെ ഒരു ബിൽഡിംഗ് കെട്ടാനോ ഈ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഒരു മെഷീനറി, ലാൻഡ്, ഫർണിച്ചർ അങ്ങനെയൊക്കെ വാങ്ങുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് വിളിക്കാം? ഫിക്സഡ് ക്യാപിറ്റൽ വരയ്ക്കാം. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാലോ പേര് പോലെ തന്നെ എന്താണ്? വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ, ഡേ ടു ഡേ റിക്വയർമെൻറ്റ്സിന് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ്, അതുപോലെ തന്നെ ഡെയിലി ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ 2 ക്യാപിറ്റലും കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് 2 ക്യാപിറ്റലും നമുക്ക് ആവശ്യമാണ്. ഫിക്സഡ് ക്യാപിറ്റലും വേണം, വർക്കിംഗ് ക്യാപിറ്റലും വേണം നമ്മുടെ ഈ പ്രോജക്റ്റ് മുന്നോട്ട് പോകാനായിട്ട് അല്ലേ? അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ആ ഫിക്സഡ് ക്യാപിറ്റലും വർക്കിംഗ് ക്യാപിറ്റലും എങ്ങനെയാണ് റിയ സംഘടിപ്പിച്ചത് എന്നുള്ളത് നമുക്ക് നോക്കാം. റിയ അതിനുവേണ്ടി ആദ്യം 2 കാറ്റഗറി ആക്കി, ഇൻറ്റേർണൽ ഫണ്ടും എക്സ്റ്റേണൽ ഫണ്ടും. ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് ഫണ്ടും എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഫണ്ടും. ഈ ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് ഫണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മുടെ സ്വന്തം കയ്യിലുള്ള കാശോ ഫ്രണ്ട്സോ പാരൻസോ തരുന്ന ഫണ്ടിനെ റീറ്റെയിൻഡ് ആയിട്ട് മാറ്റിവെച്ചിരിക്കുന്ന ഏർണിങ്സിനെ നമുക്ക് എന്ത് വിളിക്കാം? ഇൻറ്റേർണൽ എന്ന് പറയാം. അതിന് നമ്മൾ ഓണ്ടർപ്രണർഷിപ്പിൽ പറയുന്ന പേരാണ് ബൂട്ട് സ്ട്രാപ്പിംഗ് എന്നാണ് അതിന് പറയുക. ബൂട്ട് സ്ട്രാപ്പിംഗ്. ഈ ബൂട്ട് സ്ട്രാപ്പിംഗ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള ഫണ്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മുടെ മാറ്റി വെച്ചിരിക്കുന്ന ഈ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മൾ കയ്യിൽ കരുതിയിട്ടുള്ള ഫണ്ട്, അതിന് ബൂട്ട് സ്ട്രാപ്പിംഗ്. ഈ ബൂട്ട് സ്ട്രാപ്പിംഗ് മാത്രമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമോ? ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് വേണം? എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഫണ്ടും കൂടി ആവശ്യമുണ്ട് അല്ലേ? അതാണ് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഫണ്ടിന് വേണ്ടിയിട്ട് റിയ എവിടേക്ക് പോയി? ഗവൺമെൻറ്റിൻ്റെ മുദ്രാ യോജനയിൽ ആപ്ലിക്കേഷൻ കൊടുത്തു. മുദ്രാ യോജന പ്രകാരം റിയയ്ക്ക് എന്ത് ചെയ്തു? ഫണ്ട് കിട്ടി. അപ്പോൾ ഈ മുദ്രാ യോജന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ഏത് കാറ്റഗറിയിലാണ് ഇപ്പോൾ റിയ വന്നിരിക്കുന്നത്? കിഷോർ എന്നുള്ള കാറ്റഗറിയിൽ 50,000 തൊട്ട് 5 ലക്ഷം വരെയുള്ള ലോണുകൾ ഈ കിഷോർ പദ്ധതി, മുദ്രാ യോജന പദ്ധതി പ്രകാരം കിഷോർ സ്കീമിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായിരുന്നു അതിൻ്റെ പർപ്പസ്? ഇപ്പം നമുക്ക് നിലവിൽ നിന്ന കാര്യം മാത്രം പോരാ, ഈ ഒരു പ്രൊജക്റ്റ് എക്സ്പാൻഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? കിഷോറിൻ്റെ സ്കീം, മുദ്രാ യോജന പ്രകാരമുള്ള സ്കീമും കൂടി എന്ത് ചെയ്തു? റിയ എടുത്തു കേട്ടോ. പുതിയൊരു പ്രൊജക്റ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യണ്ടേ? അങ്ങനെ വളരെ രസകരമായിട്ട് ഒരു 1.5 വർഷം വലിയ കുഴപ്പമൊന്നുമില്ലാതെ എന്ത് ചെയ്തു? റിയ മുന്നോട്ട് പോയി. അവളുടെ വാച്ച് അത്യാവശ്യമൊക്കെ മാർക്കറ്റിൽ വിറ്റഴിച്ചു, അത്യാവശ്യം സെയിൽസൊക്കെ ഉണ്ടായി. ആ സമയത്താണ് എപ്പോഴും സംരംഭകർ വീഴാറുള്ള ഏറ്റവും വലിയൊരു കുഴി എന്ന് പറഞ്ഞാൽ ദ വാലി ഓഫ് ഡെത്ത് എന്നുള്ള ആ ഒരു കുഴിയിൽ ആരും പോയി പെട്ടത്? നമ്മുടെ റിയ പോയി പെട്ടത്. എന്താന്ന് പറഞ്ഞാൽ ക്യാഷിൻ്റെ എക്സ്പെൻസസ് നല്ലോണം കൂടുന്നുണ്ട്, നമുക്ക് ചിലവാക്കണതിൻ്റെ കോസ്റ്റ് നല്ലോണം കൂടുന്നുണ്ട്. പക്ഷെ എന്തില്ല? വരുമാനം കുറയുന്നൊരവസ്ഥ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓണ്ടർപ്രണേഴ്സിൻ്റെ ഭാഷയിൽ വാലി ഓഫ് ഡെത്ത് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ എന്താണ് ഈ വാലി ഓഫ് ഡെത്തിന് കാരണം എന്നുള്ളത് എന്ത് ചെയ്തു? റിയ ഒന്ന് അനലൈസ് ചെയ്തു. ഫസ്റ്റ് ഓഫ് ഓൾ അത് അങ്ങനെ അനലൈസ് ചെയ്തപ്പോൾ മനസ്സിലായത് ഫസ്റ്റ് മാർക്കറ്റിംഗ് നോയ്സ് ആണ്. മാർക്കറ്റിംഗ് നോയ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് മറ്റു പല ആളുകളും ഉപയോഗിക്കുന്ന അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്കുകൾ ഹയസ്റ്റ് തോതിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്ക് അത്രയും ഉപയോഗിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പം നമുക്ക് മാർക്കറ്റ് ചെയ്യാനായിട്ട് വലിയ തോതിൽ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ, നമ്മുടെ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യാനുള്ള എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ചിട്ടില്ല എന്ന് മനസ്സിലായി. രണ്ടാമത് ഫിയേഴ്സ് കോമ്പറ്റീഷൻ. ഇതേപോലത്തെ പ്രൊഡക്റ്റ് വന്നപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് പല മത്സരാർത്ഥികളും രംഗത്ത് വന്നു. അവരും ഇതുപോലത്തെ വാച്ചുകൾ ഉൽപ്പാദിപ്പിക്കാനും അതുപോലെ തന്നെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് വാച്ച് നിർമ്മിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ അവിടെ എന്ത് വന്നു? കോമ്പറ്റീഷൻ വന്നു. അതാണ് നമ്മുടെ റിയയുടെ ഈ ഒരു അവസ്ഥയിലേക്ക്, കാരണം ഏതൊരവസ്ഥയിലേക്ക്? വാലി ഓഫ് ഡെത്തിലേക്ക് വരാൻ, കുഴിയിലേക്ക് പോകാനുള്ളൊരു സിറ്റുവേഷനിലേക്ക് നീങ്ങിയത് അല്ലേ? അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ റിയ ഈ കുഴിയിൽ വീഴുന്ന? റിയ ഈ കുഴിയിൽ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിയയുടെ ക്യാരക്ടർ എങ്ങനെയാണ്? റിസ്ക് ടേക്കിങ്. എന്ത് റിസ്ക് എടുക്കാനും തയ്യാറായിട്ടുള്ള ഒരാളാണ്.
ഏത് പ്രോബ്ലം വന്നാലും സോൾവ് ചെയ്യുന്ന ഒരാളാണ് ആര്? നമ്മുടെ റിയ അല്ലേ? അപ്പോൾ റിയ ഇതിൽ കിടക്കില്ല, വാലി ഓഫ് ഡെത്തിൽ കിടക്കില്ല. അപ്പോൾ അവൾ അതിനു വേണ്ടി പരിശ്രമിച്ചു. ആ വെറുതെ പരിശ്രമം മാത്രമല്ല, അതോടൊപ്പം ഒരുപാട് പേരുടെ സക്സസ് സ്റ്റോറീസ് അവൾ അതിൽ നിന്ന് വായനയിലൂടെ മനസ്സിലാക്കി, അവരുടെ എക്സ്പീരിയൻസിലൂടെ കുറേ കാര്യങ്ങളിൽ മാറ്റം വരുത്താനായിട്ട് അവൾ ശ്രദ്ധിച്ചു. അതിൽ പ്രധാനപ്പെട്ട ആളാണ് ആര്? റിതേഷ് അഗ്രവാൾ ഓയോ എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ള ആൾ. അതായത് നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ട്രാൻസ്പോർട്ട് ചെയ്ത് യാത്രകൾ ചെയ്യുമ്പോൾ അവന് തോന്നിയതാണ് എന്തുണ്ട്, നല്ലൊരു ഹോട്ടൽ ഫെസിലിറ്റി അല്ലെങ്കിൽ നമുക്കൊരു താമസ സൗകര്യങ്ങൾ കുറവായിട്ടുള്ള ഹോട്ടലുകളൊക്കെ കണ്ടുപിടിച്ച് ആ ഒരു പ്രശ്നത്തെ പരിഹരിക്കാനായിരുന്നു ഓയോ കൺസെപ്റ്റ് ആര് കൊണ്ടുവന്നത്? റിതേഷ് അഗ്രവാൾ കൊണ്ടുവന്നത്. അപ്പോൾ ആ റിയൽ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാനാണ് ആരിൽ നിന്ന് പഠിച്ചത്? ഇപ്പം എന്താണ് നമ്മുടെ പ്രശ്നം, ആ പ്രശ്നത്തെ മറികടന്നുകൊണ്ട് നമുക്ക് എങ്ങനെ പുതിയ രീതിയിൽ മാർക്കറ്റ് പിടിച്ചെടുക്കാം, പുതിയ രീതിയിൽ എങ്ങനെ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാം എന്നുള്ളത് റിതേഷ് അഗ്രവാളിൻ്റെ ആ കഥയിലൂടെ അവൾക്ക് ആവശ്യമായിട്ടുള്ള എക്സ്പീരിയൻസ്, അനുഭവം കിട്ടി. പിന്നെ രണ്ടാമതായിട്ട് അവൾ റെഫർ ചെയ്തത് നമ്മുടെ ഫൽഗുനി നായിക്ക എന്ന് പറയുന്ന നൈക്ക പ്രൊഡക്റ്റിൻ്റെ ഫൗണ്ടറായിരുന്നു. ഇദ്ദേഹം എന്തായിരുന്നു, 50 വയസ്സിൽ വരെ എന്തായിരുന്നു, നല്ലൊരു അഡ്മിനിസ്ട്രേറ്റീവ് മാനേജറൊക്കെ ആയിട്ട് ബാങ്കിലൊക്കെ വർക്ക് ചെയ്തിരുന്ന ആളാണ്. അതിനുശേഷമാണ് നൈക്ക പ്രൊഡക്റ്റുകളിലെ കണ്ടുപിടുത്തത്തിലേക്കും അത് ഒരു ഓൺലൈൻ കോസ്മെറ്റിക്സ് ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്തതും ആരായിരുന്നു? നമ്മുടെ നൈക്കയായിരുന്നു. അപ്പോൾ പ്രായം ഒരു വെറും നമ്പറാണ് എന്ന് തെളിയിച്ച ആളാണ് ആര്? നമ്മുടെ ഫൽഗുനി നായിക്ക. അപ്പോൾ അവർ പറയുന്നത് എന്താണ്? നമ്മുടെ പ്രചോദനങ്ങളെ, ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ വിശ്വസിക്കുക, അതുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മുടെ ആര് പറഞ്ഞത്? നമ്മുടെ ഫൽഗുനി നായിക്ക പറഞ്ഞത്. ആ ഒരു ആശയത്തെയും ആര് കടമെടുത്തു? നമ്മുടെ റിയ കടമെടുത്തു. അപ്പോൾ 2 ആളുകളുടെയും സക്സസ് സ്റ്റോറീസ് അവൾക്ക് ഒരുപാട് എന്ത് തന്നിട്ടുണ്ട്? മാറ്റങ്ങൾ കൊണ്ടുവന്നു. അതിലൂടെ അവൾ എന്ത് ചെയ്തു? എല്ലാം മാറി, എല്ലാ കാര്യങ്ങളിലും നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ടും നമ്മുടെ ചോദനകളെ നല്ലോണം പോഷിപ്പിച്ചുകൊണ്ട് പുതിയൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനും ഫിനാൻഷ്യൽ ഡിസിപ്ലിനോട് കൂടി കാര്യങ്ങൾ നല്ല രീതിയിൽ മാനേജ് ചെയ്യാനും പഠിച്ചു. അപ്പോൾ ഒരു ഓണ്ടർപ്രണർഷിപ്പിന് പ്രധാനമായും വേണ്ടി വരേണ്ടത് എന്താണ്? ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ട്രൈറ്റ്സ് വേണം, ഇന്നർ ഫയർ വേണം. അപ്പോൾ നേരത്തെ പറഞ്ഞ റിസ്ക് ടേക്കിങ്ങും പ്രോബ്ലം സോൾവിങ്ങും അവളെ എന്ത് വന്നാലും അവൾ മാറ്റിവെക്കില്ല. ആ ഒരു ഇന്നർ ഫയർ അതിലുണ്ടായിരുന്നു. അതോടൊപ്പം എന്ത് വേണം? നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഗവൺമെൻറ്റും എക്കോസിസ്റ്റവും നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു എക്കോസിസ്റ്റം ഉണ്ടെങ്കിൽ 100% നമുക്ക് എന്ത് കിട്ടും? സക്സസ് കിട്ടും അല്ലേ? അതാണ് ഇവിടെ പറയുന്നത്. അതോടൊപ്പം പറയുന്നത് ഇങ്ങനെ ഒരു നിർത്തിപ്പോവാതെ, വാലി ഓഫ് ഡെത്ത് വന്നപ്പോൾ നിർത്തിപ്പോവാതെ എന്താ ചെയ്തത്? അവൾ അതിൽ നിന്ന് ജനിച്ചു അല്ലേ? ആ പുനർജനിക്കുന്നതിലൂടെ നമുക്ക് എന്താണ് കിട്ടിയത്? ഒരുപാട് പേർക്ക് ജോലി കൊടുക്കാനായിട്ട് സാധിച്ചു. ജോലി കൊടുക്കുന്നതിലൂടെ ഈ മൂള ഉൽപ്പന്നങ്ങൾ സപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് എന്തായി? അവർക്ക് സപ്ലയേഴ്സിനും ഇഷ്ടംപോലെ ജോലി കിട്ടി. അത് കൊണ്ടുവരുന്നുള്ള ലോജിസ്റ്റിക്സ്, സപ്ലൈ ചെയ്യുന്ന കൊറിയർ സർവീസിനൊക്കെ എന്തായി? അവർക്കും അത്യാവശ്യം ജോലി അവസരങ്ങൾ കിട്ടി. ഇവരെല്ലാം ചേരുമ്പോൾ നമുക്ക് എന്തായി? നല്ലൊരു എന്താ പറയുക, ഒരു എക്കോസിസ്റ്റം ഉണ്ടാകും. ഈ ഗ്രീൻ ഹെൽത്തിൻ്റെ ഒരു പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ എത്തി. അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് എന്ത്? മൾട്ടിപ്ലയർ എഫക്റ്റ് എന്നാണ് പറയുക. ഈ മൾട്ടിപ്ലയർ എഫക്റ്റ് എങ്ങനെയാണ് വന്നത്? റിയയുടെ നല്ല ഒരു ഗുഡ് ഡിസിഷനിലൂടെ മാറ്റങ്ങൾ കൊണ്ടുവന്നപ്പോഴാണ് ഈ മൾട്ടിഫയർ എഫക്റ്റ് അവിടെ വർക്ക് ചെയ്യാനും നല്ലൊരു എക്കോസിസ്റ്റം അവിടെ നടപ്പിലാക്കാനും സാധിച്ചത്. അപ്പോൾ നമുക്ക് എന്താണ് ഇത് കഥയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായത്? വെറുതെ ഒരു ആശയങ്ങളോ ഐഡിയാസോ മനസ്സിൽ ഉണ്ടായാൽ മാത്രം പോരാ, പകരം എന്ത് വേണം? നമുക്ക് നമ്മളിൽ കുറച്ച് കോമ്പറ്റൻസീസും സ്കില്ലും ആവശ്യമുണ്ട്. എന്ത് വന്നാലും നേരിടാനുള്ള കഴിവ് വേണം. എന്ത് പ്രോബ്ലം വന്നാലും അത് സോൾവ് ചെയ്യാനുള്ള ഒരു സ്കില്ല് വേണം. നല്ല ഇനീഷ്യേറ്റീവ് എടുക്കാൻ, എന്തിനും ഏറ്റെടുത്ത് അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ആഗ്രഹം വേണം. അതോടൊപ്പം നല്ലൊരു എന്തായി മാറണം? നല്ലൊരു ഓണ്ടർപ്രണറായിട്ട് മാറും വേണം. എങ്കിൽ മാത്രമാണ് നമ്മുടെ ഓണ്ടർപ്രണർഷിപ്പ് എന്നുള്ള സങ്കല്പത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുള്ളൂ അല്ലേ? അപ്പോൾ ഈ ഒരു കേസ് സ്റ്റഡിയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിച്ചത് എന്തായിരുന്നു? ഓണ്ടർപ്രണർഷിപ്പ് എന്നുള്ള നമ്മുടെ ബിസിനസ് ടോപ്പിക്കായിരുന്നു. BCOS 185 ഓണ്ടർപ്രണർഷിപ്പ് എന്നുള്ള നമ്മുടെ സബ്ജക്റ്റാണ്, BCOMൻ്റെ സബ്ജക്റ്റാണ്. എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? നമുക്ക് ഈ കേസ് സ്റ്റഡിയിലൂടെ നമ്മുടെ ഓണ്ടർപ്രണർഷിപ്പിൻ്റെ ഒരു ഓവറോൾ റിവ്യൂ ആണ് നമ്മൾ കണ്ടത്. നമ്മൾ ഓവറോൾ റിവ്യൂവിൽ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? തുടക്കം മുതലേ ഓണ്ടർപ്രണറിൻ്റെ സ്കില്ല് തൊട്ടിട്ട് അവസാനം അവരെത്തി നിൽക്കുന്ന പ്രതികൂല സാഹചര്യങ്ങളും
അതിനെ അനുകൂലമാക്കി മാറ്റിയ സക്സസ് സ്റ്റോറീസും നമ്മൾ കണ്ടു. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റാനായിട്ട് എല്ലാവർക്കും സാധിക്കും. അപ്പോൾ എല്ലാവരും നല്ലൊരു ഓണ്ടർപ്രണറായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.